വാഹനത്തിന് 1 വർഷം വരെ വാറണ്ടി നൽകാൻ കഴിയും. പൊതുവെ ഇവിടെയുള്ള വാഹനങ്ങൾക്ക് കമ്പനി വാറണ്ടി ഉള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മോഡൽ കൂടിയ കാറുകളാണ്, ലോ കിലോമീറ്റർ ആണ്, അതുകൊണ്ട് തന്നെ വാറണ്ടി ആവശ്യമില്ല. വാഹനം വാങ്ങിയ ആള് രണ്ടാമത് നമ്മളെ തേടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഉള്ള ട്രസ്റ്റ്. ഹൈലൈറ്റ് പറഞ്ഞാൽ വെറും 30,000 കിലോമീറ്റർ. അതെ, ഡീസൽ അല്ല മാനുക്ക വരുന്നത്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ് ഓട്ടോമാറ്റിക്കും ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡില് ഈ 30,000 കിലോമീറ്റർ ടയേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കി പക്ക ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ്. അതും പ്യൂർ വൈറ്റില് ഡീസൽ ഓട്ടോമാറ്റിക്കില് ലോ കിലോമീറ്റർ ഒരു വാഹനം. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ മാനുക്ക? സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇതെന്താ വെച്ചാൽ എക്സ്റ്റൻഡ് വാറണ്ടി ഇതപ്പം ചെയ്തേ ഉള്ളൂ. അപ്പൊ അതും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒറിജിനൽ കേരള വാഹനം, അതും ഫുൾ ഓണില് കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ ഏറ്റവും ടോപ്പിന്റെ. കിലോമീറ്റർ എത്രയായിരുന്നു മാനുക്ക? കിലോമീറ്റർ 30,000. ഒക്കെ ലോ കിലോമീറ്റർ ആണ്, ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. വെറും 19,000 കിലോമീറ്ററിൽ GTX ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസൽ കറക്റ്റ് അല്ല, ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ മാനുക്ക? ലോ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സിംഗിൾ ആണ്, സിംഗിൾ ആണ്. വെറും പക്ക ലോ കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല. മാനുക്ക എത്ര രൂപ ചെയ്യാൻ പറ്റും? 6,40,000 രൂപ ചെയ്യാൻ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്രൈസിലാണ് ഇത്രയും വലിയൊരു വാഹനം. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പകുതിയിലും താഴെ പ്രൈസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഓൺ ചെയ്തൂടെ? ഇതെന്താ പറയുക, ചെറിയൊരു പൈസക്ക് വലിയൊരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാം. അതും ലോ കിലോമീറ്റർ ആണ്, ഏറ്റവും ടോപ്പ് എൻഡിൽ ഏറ്റവും ലാസ്റ്റ് ജനറേഷന്. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് അത്യാവശ്യം നല്ല SUV, നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ. ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ ലീഡിങ് ബ്രാൻഡ്സിൻ്റെയും നല്ല കിഡ് SUV ആയിട്ടാണ് നമ്മൾ മാനുസ് കാർ വേൾഡിൽ വന്നിട്ടുള്ളത്. ജീപ്പ് കോമ്പസ് വരുന്നുണ്ട്, പ്രീമിയം വെഹിക്കിൾസ്, അതേപോലെ നമ്മൾ 7 സീറ്ററുകളുടെ നല്ലൊരു കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ മാനുക്ക, നമുക്ക് ഏറ്റവും ട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാളിറ്റി തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി കൊടുക്കുന്ന വാറണ്ടി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അതായത് നമുക്ക് അവർ ആവശ്യപ്പെടുന്ന വാഹനത്തിന് 1 വർഷം വരെ വാറണ്ടി നൽകാൻ കഴിയും. പൊതുവെ ഇവിടെയുള്ള വാഹനങ്ങൾക്ക് കമ്പനി വാറണ്ടി ഉള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മോഡൽ കൂടിയ കാറുകളാണ്, ലോ കിലോമീറ്റർ ആണ്, അതുകൊണ്ട് തന്നെ വാറണ്ടി ആവശ്യമില്ല. ഇനി അതല്ല വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന നിലയ്ക്ക് നമുക്ക് വാറണ്ടി 1 വർഷം വരെ നൽകാവുന്നതാണ്. അപ്പൊ ഒരു വാഹനത്തിനാണെങ്കിൽ 2 വാറണ്ടിയിലെങ്കിൽ കൊണ്ടുപോകാന്നുള്ള 2 വാറണ്ടി ശരിക്കും അതിന് ആവശ്യമില്ല, 1 വാറണ്ടി മതിയല്ലോ അല്ലേ? അപ്പോൾ മാനുക്ക, നമ്മളെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വെള്ളോമ്പ്രം. അതായത് നമ്മൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ട്, കാലിക്കറ്റ് എയർപോർട്ടിന്റെ അവിടെ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്റർ. എന്നാൽ മലപ്പുറം ടൗണിൽ നിന്നാണ്, മഞ്ചേരി ടൗണിൽ നിന്നാണ് വരുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ. ഇത് എല്ലാം വരുന്ന ഒരു വെള്ളോമ്പ്രം തന്നെ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നാഷണൽ ഹൈവേയിൽ തന്നെയാണ് മാനുസ് കാർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. മാനുക്ക, നമ്മള് പുതിയ ഷോപ്പിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ? പുതിയ ഷോപ്പ് നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ മാർച്ച് ലാസ്റ്റോട് കൂടി ഇനാഗുറേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരുന്നാളൊക്കെ ആകുമ്പോഴേക്ക്, അല്ല നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ, ചെറിയൊരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും നമുക്ക് അല്ലേ? അപ്പോൾ നമുക്ക് ഡെയിലി അപ്ഡേഷൻ ഇവിടെ പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് പേജിൽ ഡെയിലി അപ്ഡേഷനൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ചെറിയൊരു കാര്യം പറയട്ടെ, നമ്മളെ വീഡിയോന്റെ അടിയിൽ താഴെ വരുന്ന ഒരു കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വില കൂടുതലാണ് എന്നുള്ളത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊതുവെ നമുക്ക് എന്താ വെച്ചാല് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾക്ക് അതാണ് ഞാൻ, അതായത് ചില വാഹനങ്ങളുടെ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് അത് ഓഡിയോ കിലോമീറ്റർ, ഓണർഷിപ്പ്, ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നുമില്ലാതെ ഒരു വാഹനത്തെ കാണിച്ചിട്ട് ഈ വാഹനം ഇത്ര വിലക്ക് കൊടുക്കാന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല, നമ്മൾ കറക്റ്റായിട്ട് ഇത്ര കിലോമീറ്റർ ആണ്, ഇത്ര ഓണർഷിപ്പാണ്, ഇത്ര ഇതാണ്, റീപ്ലേസ്മെന്റ് ഇല്ല, എല്ലാം നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നല്ല ഒരു ഏതൊരു പ്രോഡക്റ്റിനെയും നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വില വാങ്ങുന്നിടത്ത് കൊടുക്കണം, വിൽക്കുന്നിടത്ത്. അപ്പോൾ നല്ല വിലക്ക് വിൽക്കും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ഒരിക്കലും വാഹനം വാങ്ങിയ ആള് രണ്ടാമത് നമ്മളെ തേടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഉള്ള ട്രസ്റ്റ്. എത്ര വർഷമായി നമുക്ക് ഇവിടെ ഏകദേശം നമുക്ക് ഈ ഫീൽഡിൽ, അതായത് എൻ്റെ ജീവിതത്തിന്റെ പകുതിയിൽ അധികം എന്ന് പറയാം. അതായത് 26 വർഷമായി ഞാൻ ഈ മാനുസ് കാർ വേൾഡ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഉണ്ട്. അതാണ് നമുക്ക് ഈ ഒരു കാറിന്റെ ട്രസ്റ്റ് എന്ന് പറഞ്ഞതാണ്. ഈ ഒരു ഇത്രയും നമുക്ക് ഒരു പക്ക കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയിലും 26 വർഷമായിട്ട് മാനുക്ക എന്നും മുന്നോട്ട് തന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്രയും ട്രസ്റ്റ് ബിൽഡ് ആയിട്ടുള്ള കസ്റ്റമർ നമുക്ക് ഉണ്ടായി. ആ കസ്റ്റമർ എന്തുകൊണ്ടാണ് ഉണ്ടാവാനുള്ള കാരണം, നമ്മളെ ക്വാളിറ്റി, ആ ക്വാളിറ്റിയിൽ ഒരിക്കലും ഒരു ഇത് ചെയ്യാറില്ല, കോംപ്രമൈസ് ചെയ്യാറില്ല. ഫസ്റ്റ് 7 സീറ്റർ തുടങ്ങാം. അതെ. അപ്പോൾ നമ്മൾ നിലവിൽ ഷോറൂമിൽ നമുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ SUV 700. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന
ഒരു അടിപൊളി വാഹനം അല്ലേ? മാനക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് കാര്യങ്ങൾ? 2023 വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടില്ല. ഇത് AX7 എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലാണ്, ഏറ്റവും IN വേരിയന്റ് വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഹൈലൈറ്റ് പറഞ്ഞാൽ വെറും 30,000 കിലോമീറ്റർ. ഡീസൽ അല്ല മാനുക്ക വരുന്നത്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണോ ഓട്ടോമാറ്റിക്കും ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡില് ഈ 30,000 കിലോമീറ്റർ ഓടിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കി പക്ക ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ്. അതും പ്യൂർ വൈറ്റില് ഡീസൽ ഓട്ടോമാറ്റിക്കില് ലോ കിലോമീറ്റർ ഓടി വാഹനം. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ മാനുക്ക? സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു 21,75,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ഏകദേശം ഒരു 21 ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കും. അതായത് വെറും 75,000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അവ ഡീസൽ ഓട്ടോമാറ്റിക്കില് 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ല. ഇതിന്റെ ഒരു പുതിയൊരു വാഹനത്തിന്റെ റേറ്റ് എങ്ങനെ അറിയുമോ മാനിക്ക? ഇതിന് ഏകദേശം 28 ലക്ഷം രൂപ വരെ. അപ്പൊ നമുക്ക് ഏകദേശം 5-6 ലക്ഷത്തിന്റെ മാറ്റമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ല. അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ് ബെൻസ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 ഡിസംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. മോഡൽ 2019. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് C ക്ലാസ് 300 ആണ്. ഓക്കെ, ഏറ്റവും ഡിമാൻഡ് ഉള്ള വാഹനമാണ്. ഏകദേശം 84 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നതാണ്. പക്ക പ്രീമിയം വെഹിക്കിൾ ആണ്. അത് നമുക്ക് ഒറിജിനൽ കേരള വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള വണ്ടിയാണ്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതും പക്ക പ്രീമിയം ലെവലിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 37 ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രൈസും ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളൊരു അത്രയും നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്താ വെച്ചാൽ എക്സ്റ്റൻഡ് വാറന്റി ഇതപ്പോ ചെയ്തേ ഉള്ളൂ. അപ്പൊ അതും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒറിജിനൽ കേരള വാഹനം. ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിലെ ക്ലച്ച് ആണ്. അതും ബ്ലാക്കില് ഏറ്റവും ടോപ്പ് ഉണ്ട്. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2024 ആണ്. പെട്രോൾ ആണ്, SX ആണ്, ഫുൾ ഓപ്ഷൻ വാഹനമാണ്. നമുക്ക് ഒരു 15,50,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് ഫുൾ ആയിട്ട് ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ആണ്. അതും ഫുൾ ലോണില് കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ ഏറ്റവും ടോപ്പ് ഉണ്ട്. കിലോമീറ്റർ എത്രയായിരുന്നു മാനിക്ക? കിലോമീറ്റർ 30,000. ഒക്കെ ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. ഇന്ത്യയുടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീൽഡ് നമുക്ക് കൊണ്ടുപോകാം. ഒരു വർക്കും ചെയ്യിക്കാനില്ല. പുതിയൊരു വാഹനം നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. വെറും 30,000 കിലോമീറ്റർ, അതും ഫുൾ ഓൺ. അതാണ് GT ലൈനിലൊരു കെയുടെ സെൽറ്റോസ്. എങ്ങനെയായിരുന്നു? 2019 ആണ്. സോറി, ഇത് 2023 ആണ്. 23 വണ്ടി 19,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. GTX ലൈന് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സീറ്റ് വെന്റിലേഷന് അങ്ങനെ 360 ക്യാമ് A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. അതും വെറും 19,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് 16,40,000 രൂപയ്ക്ക് 16,40,000 ഫൈനലായിട്ട്. ഓക്കെ, ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. വെറും 19,000 കിലോമീറ്ററിൽ GTX ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഇല്ല. അടുത്തൊരു സെക്കൻഡ് ജനറേഷൻ ക്ലച്ച് ആണ്. അതും ഫുൾ ബ്ലാക്കിൽ. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2019 ആണ്. 77,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പ്. കാരണം നമുക്ക് ക്ലച്ചിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ജനറേഷനാണ് ഈ സെക്കൻഡ് ജനറേഷൻ. ഇത് ഡീസലാണോ പെട്രോൾ ആണ്? പെട്രോൾ ആണ്. സോ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നിർത്തിയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ് അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 7,90,000 രൂപയ്ക്ക് ചെയ്യാം. ഒരു നമുക്കിന്നൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് നല്ലൊരു കിട്ടിയ SUV വാങ്ങാം. അതും 75,000 കിലോമീറ്റർ സിംഗിൾ ഓണറിൽ ഒരു അടിപൊളി വാഹനം അല്ലേ? അഗൈൻ അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? ഇത് 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീസലാണ്. സോ ഒന്നുകൂടി ബോഡി വെയിറ്റ്, പെർഫോമൻസ്, ക്വാളിറ്റി എല്ലാം ഉള്ള ഒരു അടിപൊളി ജനറേഷനാണ്. വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡീസലാണ്. ഇന്ത്യയിലൊക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്.
അപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനുക്ക? ഇത് കിലോമീറ്റർ ഇത് ഫൈനലായിട്ട് നമുക്ക് ഇത് 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ 77,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ ഒരു 10 ലക്ഷം ബഡ്ജറ്റിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ കറക്റ്റ് അല്ല, ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ മാനുക്ക? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വന്ന വണ്ടി കൊണ്ട് അങ്ങനെ പോകാം. എഗെയിൻ വീണ്ടും നമുക്ക് ന്യൂ ഫേസിൽ വരുന്ന ഒരു സെൽട്ടോസ് ആണ്, അതും ഡുവൽ ടൂൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2022 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓ, ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്. കംഫർട്ട്, മൈലേജ്, ഫീച്ചേഴ്സ് എല്ലാം ഒത്തൊരുമിച്ചുള്ള വാഹനമാണ്. അതും 2022 ഏറ്റവും ലാസ്റ്റ് ജനറേഷനിൽ ന്യൂ ഫേസിൽ വരുന്ന ഒരു കിട്ടം വാഹനം അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും മാനുക്ക? 13,80,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 13,80,000 ഫുൾ ഓൺ അല്ല. ഫുൾ ഓൺ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് വെറും 54,000 കിലോമീറ്റർ 2022 മോഡൽ വണ്ടി. അടുത്ത തവണ നമുക്കൊരു സബോമീറ്റർ സുവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹുണ്ടായുടെ വെന്യൂ അല്ല, വൈറ്റ് ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മാനുക്ക? 2020 20 ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. ഇത് നല്ല വില കൂടിയ അലോയ്സും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്താണ്. നല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. അല്ല, ഇത് നമുക്ക് അത്രയും പക്ക ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക? കിലോമീറ്റർ ഇത് 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാലമായിട്ട് നമുക്കൊരു നോക്കുമ്പോ തീരെ ഓടിയിട്ടില്ല. ലോ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ആണ്. വെറും പക്ക ലോ കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല. മാനിക്ക എത്ര രൂപ ചെയ്യാൻ പറ്റും? 6,40,000 രൂപ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു സെൽട്ടോസ് ആണ്, അതും ഫുൾ ബ്ലാക്ക്. ഇത് 2020 മോഡലാണ്. ഓക്കെ, അത് പെട്രോൾ ആണ്, GT. ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 10,30,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 10 ലക്ഷം ബഡ്ജറ്റിൽ ഒരു സെൽട്ടോസ്, അതും GT ലൈൻ. നമുക്ക് കിലോമീറ്റർ 50,000 കിലോമീറ്റർ ആണ്. 2020 ആണ് മോഡൽ. ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. 10 സംതിങ് ഫുൾ ഓണിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത നമുക്ക് MGയുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഫസ്റ്റ് ഒരു 6 വണ്ടികളുണ്ട് അല്ലേ. ഇതൊക്കെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത വാഹനമാണ്. ഈ വാഹനങ്ങളൊക്കെ കണ്ടിട്ടാണ് മറ്റു വാഹനങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ റെഡ് ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മാനുക്ക? 2020 ആണ്. 69,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വിത്ത് ഫാൻസി നമ്പർ, ലോ കിലോമീറ്റർ ആണ്. പരമാവധി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. നല്ല സ്പേസസ്, നല്ല കംഫർട്ട്, നല്ല ഫീച്ചേഴ്സ്, അത്യാവശ്യം മൈലേജും. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് കിടന്ന് യാത്ര ചെയ്യാൻ തന്നെ പറയാലോ മാനുക്ക. അത്രയും വലിയൊരു വാഹനമാണ്. ചെറിയൊരു പ്രൈസിലാണ് ഇത്രയും വലിയൊരു വാഹനം. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പകുതിയിലും താഴെ പ്രൈസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനലായിട്ട് 13,25,000 രൂപക്ക് ചെയ്യാനും പറ്റും. ഏകദേശം ഇതിന് 95% ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്കിങ് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. ഫോക്സ് വാഗന്റെ വെന്റോ ആണ്. അതൊരു സീരീസ് ആയിട്ട് 0102 നമുക്കൊരു സീരീസ് നമ്പറാണ് വരുന്നത്. ഇതിന്റെ എങ്ങനെയായിരുന്നു മാനുക്ക ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതെന്താ പറയുക, ചെറിയൊരു പൈസക്ക് വലിയൊരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇത് 2017 90 ലക്ഷം കിലോമീറ്റർ ഓടിയില്ല. ഇത് നമുക്ക് 5,10,000 രൂപയ്ക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇറങ്ങിയ സമയത്ത് 10-20 ലക്ഷം രൂപ വില ആയിരുന്നു. കാരണം എന്താ പറയുക, ഒരു ഷിഫ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ അതേ പ്രൈസിനാണ് ഒരു വലിയൊരു വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇറങ്ങിയ സമയത്ത് 10-20 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ 4-1 പ്രൈസിനാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഫുൾ ഓൺ ചെയ്തിട്ട് ഫുൾ ഓൺ ചെയ്യാം. എഗെയിൻ വീണ്ടും നമുക്ക് MG തന്നെയാണ്. അതും നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഏറ്റവും ടോപ്പ് ഹെക്ടർ പ്രോ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2023 മോഡല്. 23 മോഡല്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ക ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. ഉള്ള സ്പേസ്, കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ അത്രയും കംഫർട്ടായിട്ട് അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വാഹനമാണ്. അതും വിത്ത് ഫാൻസി നമ്പർ. ഇത് മാനുക്ക കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ഇതിന് ഏറ്റവും പ്രത്യേകത ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇത് വരുന്നത്. ലാസ്റ്റ് ജനറേഷൻ ആയിട്ടാണ് വരുന്നത്. അത് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്. പുതിയ വാഹനത്തിന് ഏകദേശം ഒരു 30 ലക്ഷം രൂപന്റെ അടുത്ത് വില വരും. പക്ഷെ നമ്മളിത് 16,30,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. പകുതി വില ആയിട്ടുണ്ട്. ഫുൾ ഓൺ ചെയ്യാം. അതും ലോ കിലോമീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ ഏറ്റവും ലാസ്റ്റ് ജനറേഷന് വെറും 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. എഗെയിൻ വീണ്ടും ഒരു ഫുൾ ബ്ലാക്കിലാണ്. ഇത് 7 സീറ്റർ ആണ് അതോ 5 സീറ്റർ? 5 സീറ്റർ ആണ്. ഇത് 7 സീറ്റർ. ഇത് 7 സീറ്റർ ഫുൾ ബ്ലാക്ക് ഇല്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2021 ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പേസ് ആണ്. 7 സീറ്റർ ആണ്. കൂടെ തന്നെ നമുക്കൊരു ഡിപ്പെൻസ് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം. മാനുക്ക എത്രയാണ് നമ്മൾ ഈ വാഹനത്തിൽ ചോദിക്കുന്നത്?
ഇതിന് നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു 15 ലക്ഷം രൂപക്ക് ഇത് കൊടുക്കാം 14,80,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. 1480 ഫുൾ ലോൺ ആണ്, 7 സീറ്റർ ആണ്, അതും നമുക്ക് ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് വാങ്ങാം അല്ലേ? അതെ. അടുത്ത തവണ നമുക്കൊരു സിറ്റി, അതിന് 4th ജനറേഷൻ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ആണ്. കാരണം നമുക്ക് നല്ലൊരു ഫാമിലിക്ക് കംഫർട്ടായിട്ട് നല്ല ഫീച്ചേഴ്സ്, ക്രൂസ് കൺട്രോള്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്, റിയറിൽ നമുക്ക് AC വെന്റ്, ഡയമണ്ട് കട്ട്, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. എങ്ങനെയായിരുന്നു മാനിക്ക മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡലാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓ, വെറും 35,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം. അതും സിറ്റി മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ടയോട്ടയെ പോലെ തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറയുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും അനുക്കാത്? ഇത് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കുന്ന പ്രൈസ് തന്നെ 6,50,000 രൂപ കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് 30,000 കിലോമീറ്റർ നമുക്ക് വാഹനം ഓടിയിട്ടുള്ളൂ അല്ലേ? അടുത്തൊരു വീണ്ടും നമുക്കൊരു ഫോക്സ് വാഗന്റെ വെന്റോ ആണ്. നേരത്തെ ഒരു ബ്ലൂ ഫിനിഷിംഗ് ആണെങ്കിൽ ഇത് നമ്മളൊരു വൈറ്റ് ഫിനിഷിംഗ് ആണ്, ഡീസലാണ്. എങ്ങനെയായിരുന്നു മാനുക? 2016 1 ലക്ഷം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓ, ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ കംഫർട്ടിന് കംഫർട്ടും ഫീച്ചേഴ്സ് പെർഫോമൻസ് പക്ക സ്പോർട്ടി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലേ? നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇവിടെ എല്ലാ വാഹനങ്ങൾക്കും ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,50,000 രൂപ കൊടുക്കാം. 5,30,000 രൂപയ്ക്ക് നമുക്ക് 5,30 വീണ്ടും പൊട്ടിച്ചു അല്ലേ? മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ്. ലോണ് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. 5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അടുത്ത വീണ്ടും നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണ്, BM ആണ്. എങ്ങനെയായിരുന്നു മാനുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡല്, 30,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. X1. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാല് അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ഇല്ല, ഒള്ളി കേരള വെഹിക്കിൾസ് മാത്രമാണ്. സോ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ മിക്കതും നമുക്ക് അതർ സ്റ്റേറ്റ് ആണ് വരാറുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതർ സ്റ്റേറ്റിന്റെ ഒരു പരിപാടി ഇല്ല, ഫുള്ളി നമുക്ക് ഒറിജിനൽ കേരള വാഹനങ്ങൾ. മാനുക്ക എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 21,50,000 ഒറിജിനൽ കേരള, വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഒരു കിടിലം X1, അതും അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. അഗൈൻ വീണ്ടും നമ്മളൊരു MG ലോട്ട് തന്നെയാണ് പോകുന്നത്. അതും നമുക്ക് വൈറ്റ് ഫിനിഷിലെ ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ആണ്. എങ്ങനെയായിരുന്നു മാനുക്ക മോഡല് കാര്യങ്ങൾ? 2024 മാസങ്ങൾ പഴക്കെന്ന് പറയാം അല്ലേ? അപ്പൊ 17,000 കിലോമീറ്റർ. ഓ, ഓടിയിട്ടില്ല തീരെ അല്ലേ? തീരെ ഓടിയില്ല. അത്രയും ലോ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ജനറേഷന് 2024 മോഡൽ വണ്ടി. മാനുക എത്ര രൂപ ചെയ്യാൻ പറ്റൂ? ഇത് ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 16,50,000 ചെയ്യാൻ പറ്റും. 16,50,000 ഏകദേശം 28 ലക്ഷം വരെ വരുന്ന ഒരു വാഹനമാണ്. പകുതിക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ, ഏകദേശം പകുതിയിലും അടുത്തായി പോയില്ല വാഹനം. ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. വീണ്ടും നമുക്ക് MG തന്നെയാണ് വരുന്നത്. 87-89 ഒരു സീരീസ് നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. മാനുക എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഡീസലാണ്. ഓക്കെ, ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് ഇത് കിലോമീറ്റർ 35,000 ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ച വാഹനമാണ്. ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ MGയുടെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഡീസൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ. ഇതൊക്കെ പകുതി പ്രൈസിനാണ്. പുതിയൊരു വാഹനമായിട്ട് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സും ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ പക്ക നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. അടുത്തതാണ് നമുക്കൊരു കിടക്കാച്ചി ഐറ്റാണ്. നമ്മുടെ സ്വന്തം ടയോട്ടയുടെ ഒരു ജമണ്ടൻ ഐറ്റാണ് ഫോർച്യൂണർ, ഏറ്റവും ലാസ്റ്റ് ജനറേഷന്. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2021 വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. ഓക്കെ, ഇത് 4 വീലാണ്, 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്കലി 2021 മോഡല്, വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള വാഹനമാണ്. ഇതിനൊക്കെ നോക്കി പുതിയൊരു വാഹനത്തിന് അതേപോലെ തന്നെ നമുക്ക് പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വെഹിക്കിള്. മാനുക എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് ഫൈനലായിട്ട് 39 ലക്ഷം രൂപ ചെയ്യാൻ പറ്റും. 39 ലക്ഷം. ഏകദേശം നമുക്ക് 1-2 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരു 35-36 വരെ നമുക്ക് ലോണും ചെയ്യാം. ചെറിയൊരു എമൗണ്ട് നമുക്ക് വാഹനം ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. യെസ്, അടുത്ത നമുക്ക് വീണ്ടും ഒരു ഫോക്സ് വാഗൻ ടൈഗൂണ്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും IN വേരിയന്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മാനുക മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡൽ, 72,000 ഓടിയിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ?
DSG പെട്രോൾ ഓട്ടോമാറ്റിക്. സോ നമുക്ക് പോളോയുടെ ആ പെർഫോമൻസും ആ ഒരു പക്ക സ്പോർട്ടി ആയിട്ടുള്ള വെഹിക്കിളാണ്, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. കിലോമീറ്റർ പറഞ്ഞത് വെറും കിലോമീറ്റർ 70,000 കിലോമീറ്റർ അല്ലെ. മാർക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ലാസ്റ്റ് 12,90,000 രൂപയ്ക്ക് 12,90,000 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ DSG ഓട്ടോമാറ്റിക് ആണ്. ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്ററിൽ സിംഗിൾ ഓൺഷിപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡ്, അതും ഫുൾ ഓണിൽ 12,90,000 അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് 3 കിടിലം 4 കാരൻസ് ആണ് വരുന്നത്. ജീപ്പ് കോമ്പസ് 4 US ബ്രാൻഡിൽ വരുന്ന ജീപ്പ് കോമ്പസ്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വീണ്ടും റെഡ് തന്നെ അല്ലേ. ഫസ്റ്റ് തന്നെ ഡോൾ ടൂണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2019 ലിമിറ്റഡ് പ്ലസ് ആണ്. ഓക്കെ. സൺറൂഫ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 80,000 കിലോമീറ്റർ. ഓക്കെ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ഫൈനലായിട്ട് 13,20,000 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2018 മോഡൽ 40,000 കിലോമീറ്റർ റെഡ്, അത് നമുക്ക് 13,20,000 അത് കൊടുക്കാൻ പറ്റും. എല്ലാം നമുക്ക് ഓഫർ പ്രൈസ് ആണ്, മാക്സിമം പൊട്ടിച്ചുള്ള പ്രൈസ് ആണ്. ലിമിറ്റഡ് പ്ലസ്. ഏത് കളർ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ബ്ലാക്ക്. ഇത് 2018 ആണ്. ഇത് 80,000 കിലോമീറ്റർ ലിമിറ്റഡ് ആണ്. ഓക്കെ. ഇത് നമുക്ക് ഫൈനലായിട്ട് 10,10,10,000 രൂപ. 10,10 അപ്പോൾ 10 ലക്ഷം ബഡ്ജറ്റിലൊരു SUV നോക്കുന്നവർക്ക് അതൊരു US അമേരിക്കൻ ബ്രാൻഡാണ്. അത് നമുക്ക് പല കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഒരു 10,10,000 ഫുൾ ഓൺ അല്ലേ. അടുത്ത നമുക്ക് ഇതാണ് ഒരു മാരുതി സുസുക്കി വിറ്റാര ബ്രസ. ഡീസലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഫാമിലിക്ക് SUV വേണം, മൈലേജ് വേണം, എന്നാൽ മെയിൻ്റെനൻസ് കുറവും വേണം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ മാനിക്ക. എങ്ങനെയായിരുന്നു മോഡൽ? 2017 ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ചെറിയൊരു പ്രൈസ് നമുക്ക് കൊണ്ടാം. അപ്പം ZI ആണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഒരു നല്ലൊരു ഡീസൽ വേരിയന്റ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നത് മാനുസ് കാർ വേൾഡിലായിരുന്നു. അപ്പോൾ ഹൈലൈറ്റുകൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൈസ് ഹൈലൈറ്റ് ആണ്, ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് വാഹനങ്ങളാണ് മിക്ക വാഹനങ്ങളും. അതേപോലെ തന്നെ ഒള്ളി കേരള വാഹനങ്ങൾ വിത്ത് വാറണ്ടിയിൽ, കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങളുണ്ട്. കൂടാതെ നമുക്ക് വേണമെങ്കിൽ സെലക്റ്റഡ് വെഹിക്കിൾസിന് നമുക്ക് 1 ഇയർ വരെ നമുക്ക് വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മാനുസ് കാർ വേൾഡിന്റെ പ്രത്യേകത. മാനുക നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്ര, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, 12 കിലോമീറ്റർ. മലപ്പുറം ടൗണിൽ മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളോമ്പ്ര തന്നെ ജംഗ്ഷനിൽ എത്താൻ പറ്റും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഗൂഗിളിൽ മാനുസ് കാർ വേൾഡിന്റെ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് നിങ്ങൾ അവിടെ കൊടുത്തിട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ വരിക, വാഹനത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇനി PDF ആയിട്ട് മുൻകൂറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഹിസ്റ്ററി നമുക്ക് ഇവർ ഷെയർ ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെ മാനുക്ക. അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത്. വണ്ടി കണ്ടിട്ട് ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു വാഹനങ്ങളായിട്ടും കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാനുസ് കാർ വേൾഡിൻ്റെ പേജ്, അതേപോലെ നമ്മൾ ഓട്ടോഡിക്കിൻ്റെ പേജ് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വീഡിയോയിലുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് മാനുക സൈനിങ് ഓഫ്.